ഹൈ ഗായ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഗായ്സ്, എന്താണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഇപ്പോൾ സമയം എന്താ അറിയാം? ഇപ്പോൾ സമയം ചോൺ എടുക്കട്ടെ, ഫോൺ 5 മണിയാട്ടോ, 4:58. പിന്നെ ഫോണിന് പുതിയ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചു കേട്ടോ. ഗ്ലാസ് ടൈപ്പ് പുതിയ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ പരിപാടി എന്താ വെച്ചാലേ, ഞാൻ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കേട്ടോ. ഉമ്മയും വരുന്നുണ്ട്. എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ. നമ്മുടെ പഴയങ്ങാടി എരുവരുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് ചെറുതായിട്ട് പനിക്ക് വന്നു. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, ചെറിയ പനി. അപ്പോൾ കാലാവസ്ഥ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് നല്ലത്. അപ്പം അങ്ങോട്ടേക്ക് പോകട്ടോ. ഓക്കെ. പ്ലസ് വെള്ളം കുടിക്കട്ടെ. റഫിയോട് വെള്ളത്തിന് പറഞ്ഞു. പോവാ. വെക്ക് ഗായ്സ്, അങ്ങനെ നമ്മളെ ഇവിടെ എത്തിയട്ടാ, പഴയങ്ങാടി എരുപുരം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഉമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഉമ്മ കാണിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ വണ്ടി അവിടെ വെച്ച് കുറച്ച് ആളില്ലോ, 2-3 ഓട്ടോറിക്ഷയും ഒരു 3-4 ബൈക്കുകൾ. ഇതൊക്കെ ഭയങ്കര ആൾക്കാരുണ്ടാവും കേട്ടോ, നല്ല ആൾക്കാരുണ്ടാവും. ഇതിപ്പോൾ ഇരിക്കേണ്ട സീറ്റെല്ലാം ആക്കിയിട്ടുണ്ടോ. അതിൻ്റെ ഉള്ളിലായിട്ടൊന്ന് കസേര എടുത്ത് പുറത്തിട്ട്. ഇതാണ് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഉമ്മ കാണിക്കാൻ കയറി. ആൾ കുറവാണ്, അതുകൊണ്ട് വേഗം കയറി, വന്ന പാട് കയറി പുറത്തേക്കാം. മുലയൂട്ടി ഉറപ്പിക്കാം സ്നേഹബന്ധം, മുലപ്പാൽ കുഞ്ഞുങ്ങളിൽ മുലയൂട്ടിൽ അമ്മയിൽ. ഇവിടെ വാഷ് ബേസ് ഉണ്ട് കേട്ടോ. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. ഇവിടെ ഇങ്ങനെ പുറത്ത് കസേര ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചം വന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? പുറത്ത് നല്ല വെളിച്ചം വന്നല്ല. നല്ല അവിടെയുള്ള മരം മുറിച്ചേട്ടാ. ബൈക്ക് വെച്ചതിൻ്റെ അപ്പുറം മരം ഉണ്ടായിരുന്നു, വലിയ മരം. കെനിപ്പഴമില്ലേ, കെനിപ്പഴം. നമ്മളുടെ കെനിപ്പഴം എന്നാണ് പറയൽ. ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും അല്ലേ. അതിൻ്റെ മരം ഉണ്ടായിന്. അത് മുറിക്കുമ്പോഴത്തേക്ക് നല്ല തുറസായി കേട്ടാ, നല്ല വെളിച്ചം വന്ന്. ഇവിടെയായിരുന്നു ആ മരം ഉണ്ടായത്. ആ മരം മുറിച്ച് മാറ്റി കേട്ടാ ഇതിവിടെ. അതുകൊണ്ട് ഇപ്പോൾ നല്ല വെളിച്ചമായി കേട്ടാ. കണ്ടാ, അതിഥി ദേവോ ഭവ, അതിഥി തൊഴിലാളികൾക്കായുള്ള വാർഡ്. ഈ ബിൽഡിങ് കേട്ടോ, അതിഥി തൊഴിലാളികൾക്കായിട്ടുള്ള വാർഡ് കേട്ടോ ഇത്. ഇതാണ് നമ്മുടെ പഴയങ്ങാടി ഏരിയത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അതോളം പുതിയ ബിൽഡിങ് ഉണ്ട് കേട്ടോ. ബിൽഡിങ്ങെല്ലാം സെറ്റായിട്ടുണ്ട്. എല്ലാം കാണുന്നതെല്ലാം പുതിയ ബിൽഡിങ്ങാണ്. അപ്പുറം ബാക്കിലുള്ള കേട്ടോ, അതിൻ്റെ ഈ ഓടിട്ട ബിൽഡിങ്ങിൻ്റെ ബാക്കിലുള്ളത് പുതിയ ബിൽഡിങ്ങാണ് അതല്ല. നമുക്ക് ഏതായാലും ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കാമല്ലോ. ഇവിടെ ഇപ്പോൾ കയറുന്നത് തന്നെ നല്ല കാറിലും വെക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കിങ് സെറ്റാക്കിയിട്ടുണ്ട്. ഉണ്ടോ? അവിടെ ആണെങ്കിൽ അവിടെ വെക്കാം, അവിടെ വെഹിക്കലും വെക്കാം. ഇവിടെ ഇൻ്റർലോക്കിലോട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് പഴയ ബിൽഡിങ്, പണ്ടത്തെ ഓടിട്ട ബിൽഡിങ് കേട്ടോ. അതങ്ങനെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ബാക്കിൽ അങ്ങനത്തോളം പുതിയ ബിൽഡിങ് വന്നിട്ടുണ്ട്. ഇവിടെ 1-2 കാർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കേണ്ട സീറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് സീറ്റുകൾ ഇതിൻ്റെ ഉള്ളിൽ. മഴയൊന്നും കൊള്ളില്ല, സെറ്റാണ്. ഉണ്ടോ? സീറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. അത് നല്ല തന്നെ. ഇങ്ങനെ ഇരിക്കാം, കുഴപ്പമില്ല കേട്ടോ. സീറ്റെല്ലാം സെറ്റാക്കിയിട്ട് നല്ല പുരോഗതി. ഇതാ അവിടെ 2 ആംബുലൻസ് ഉണ്ട്. അവിടെ ആംബുലൻസെല്ലാം വെച്ചിട്ടുണ്ട്. നല്ല മാറ്റം വന്നു കേട്ടോ, കുറേ മാറ്റം വന്നു. ഈ പുതിയ ബിൽഡിങ് എന്താണെന്ന് നോക്കട്ടെ. പുതിയ ബിൽഡിങ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ശിശു സൗഹൃദ പ്രതിരോധ കുത്തിവയ്പ്പ് കേന്ദ്രം. പിന്നെ ഇവിടെയെല്ലാം പുതിയ ബിൽഡിങ് കേട്ടോ. ഈ സൈഡിൽ കാണുന്നല്ലോ. ഉമ്മ കാണിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെ നിന്ന് എന്നെ നോക്കുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഇന്ന് ഈ സമയത്തൊന്നും തിരക്കില്ല കേട്ടോ, അല്ലെങ്കിൽ നല്ല ആൾക്കാരാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, പയ്യ എനിക്ക് മനസ്സിലായി. പോയ ആ ടീച്ചർ ആ കാറിൽ ഇരുന്നല്ലേ. ആശ ടീച്ചറും മത്സര ടീച്ചറും അല്ലേ? എന്നെ പഠിപ്പിച്ച 2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് മനസ്സിലായിട്ടില്ല പയ്യ. ഞാൻ ഞാൻ ഇങ്ങോട്ട് എത്തിയതിന് ശേഷം ഒന്ന് പോകേട്ടാ. ഇവിടെ മരമോട് ഭയങ്കര ലൈറ്റ് തുറസായില്ലേ, നല്ല വെളിച്ചം വന്നു.
ഇല്ല ഇത് അഡ്മിറ്റ് ആയിരിക്കും അല്ലേ? ഇവിടെയാ? പക്ഷേ ഇത് എഴുതിയിട്ടൊക്കെ അതിഥി തൊഴിലാളികൾക്കായുള്ള വാർഡ്. അതിഥി ദേവോ അതെയാ? ഒരു പെണ്ണുങ്ങളിപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ അഡ്മിറ്റാ? അതെയാ? പോവാന്നാ ഇവിടുന്ന്? ആ ബിൽഡിംഗ് ഇല്ലേ അത് അമ്മയും കുഞ്ഞും പ്രസവത്തിൻ്റെ കേട്ടോ. ആറാ ഞാൻ പറഞ്ഞു കേട്ടിന്. ഇവിടെ കാണിട്ടില്ലല്ലോ. ഈ കാണുന്നയാ പ്രസവത്തിൻ്റെ ബേക്കിലുള്ള പുതിയ ബിൽഡിംഗ് അല്ലേ? പുതിയ ബിൽഡിങ്. ഈ ബാക്കിൽ കാണുന്നതെല്ലാം അതാട്ടോ പ്രസവത്തിൻ്റെ ഇതൊക്കെയാണ്. അതുപോലെ ഇതാ ശിശു സൗഹൃദ പ്രതിരോധ കുത്തിവയ്പ്പ് കേന്ദ്രം എന്നുള്ള പറഞ്ഞിട്ട് ബോർഡ് ഇതാ ഇവിടെ. ഇതൊക്കെ അതിൻ്റെ ആണല്ലേ. പിന്നെ ഇവിടെ പാർക്കിംഗ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇരിക്കുന്ന സീറ്റെല്ലാം ഇത് അടിപൊളിയായി. ഇതല്ലോ എന്താ ഇരിക്കുന്ന സീറ്റും. പിന്നെ ഇവിടെ എന്തോ ഒരു ബിൽഡിംഗ് വരുന്നുണ്ട് കേട്ടോ. ഇതും അതിൻ്റെ തന്നെയാണ് തോന്നുന്നത്. അതിൻ്റെ റൂമെല്ലാം ആയിരിക്കും അല്ലേ? ഇതാണ് മെയിൻ ഇവിടുത്തെ കവാടം കേട്ടോ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കവാടം. നമ്മൾ മെയിൻ റോഡിലേക്ക് ഇറങ്ങി. കവാടം എടുത്ത് ഇവിടുന്ന് കവാടം കാണോ? ഇവിടത്തേക്ക് കാണോ? ഇതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കവാടം. ഉണ്ടാവും കല്ലാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് താലൂക്ക് ആശുപത്രി, പയങ്ങാടി എരിപുരം. പോവാ? ചായ വേണോ? ഒന്നും വേണ്ട. എനക്ക് വേണ്ട, ഞാൻ കുടിച്ചിനി. നിങ്ങൾക്ക് വേണ്ട? ഗായ്സ് ഞമ്മങ്ങനെ വീട്ടിലെത്തി. ഞാൻ ഉമ്മാനെ വീട്ടിലാക്കിയിട്ട് നേരെ പയങ്ങാളിലേക്ക് വരാം കേട്ടോ. പയങ്ങാളിൽ പറ്റിയൊരു ആവശ്യമുണ്ട്. ഒന്ന് നമ്മൾ ചേട്ടൻ്റെ അടുത്തേക്ക് പോകണം. ഒന്ന് രണ്ട് വർക്കുണ്ട്, ഡിസൈൻ വർക്കുണ്ട്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നുമില്ല, പെട്ടെന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ഇറങ്ങിന് കേട്ടോ. കാരണം വെച്ചാൽ ഒന്നുമില്ല, ഒരു കാലാവസ്ഥ പനിയാണ്. അപ്പോൾ ചെറിയ പനിയേ ഉള്ളൂ. അപ്പോൾ ഏതായാലും കാണിച്ചേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പയങ്ങാളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. ഉമ്മനെ വീട്ടിലാക്കി നേരെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മളെ ഏഴോമൂല മുട്ടാണ്ടി പാർക്കിനടുത്തുള്ളത്. അപ്പോൾ ഇവിടെ അറിയാലോ കുറേ സീറ്റ് ഉണ്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പുഴേൻ്റെ സൈഡിൽ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കുറേ സീറ്റ് ഉണ്ട്. അപ്പോൾ മിന്നാനത്തെ കാറ്റിനെ സംഭവിച്ചതാണെന്ന് തോന്നുന്നു എനിക്ക്. ഇത് നോക്കിയേ, ഇത് കണ്ടോ സീറ്റ് പൊട്ടി വീണിട്ട്. ഇതിനപ്പുറമുള്ള സീറ്റെല്ലാം ഉണ്ട്, പക്ഷേ ഈ സീറ്റ് അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിയേ, ഇതിൻ്റെ സീറ്റ് ഉള്ളിലുണ്ട്, ഇതിൻ്റെ മുകളിലെ സംഭവമെല്ലാം പുറത്തേക്ക് വീണ്. കണ്ടോ ഇരിക്കുന്ന സീറ്റ് ഉണ്ട് അങ്ങനെ ഇവിടെ. ഇത് മുകളിലെ ഷീറ്റ് കണ്ടോ, ഇതെല്ലാം പാറി വീകലിൽ എല്ലാം പാറിപ്പോയി. ശരിക്കും ഇതെങ്ങനെയാണെന്നറിയാം, ഇവിടെയുള്ളവർക്കെല്ലാം അറിയാം. എന്നാലും ഇതാ ഇവിടെ എല്ലാം സീറ്റ് ഉണ്ടോ ഇങ്ങനെയുള്ളതാണ്. ആ മുകളിൽ കാണുന്ന അങ്ങനെ പുറത്തേക്ക് വീണ്. അതന്നെ സംഭവം കണ്ടോ. ഇതിൻ്റെ മുകളിൽ കണ്ടോ ഇതാ ശരിക്കും ഇങ്ങനത്തെ സീറ്റാണ് കണ്ടോ. ഈ സാധനം അങ്ങനെ പൊട്ടിയിട്ട് താലേക്ക് വീണ്. ഇപ്പോൾ ആ സീറ്റിൽ ഇരിക്കാൻ കഴിയില്ല. ഇപ്പം വീണ സാധനം എടുത്തിട്ട് മാറ്റണം. അതാ സംഭവം. അത് എനിക്ക് തോന്നുന്നു നല്ല കാറ്റും മഴയെല്ലാം ഉണ്ടായിട്ടില്ലേ നിർത്താണ്ട്, ആ സമയത്ത് സംഭവിച്ചാന്ന് തോന്നുന്നു എനിക്ക്. പിന്നെ അതുപോലെ ഇതാ ഇവിടെയുള്ള സൈഡിലെ ലൈറ്റ് ഇതാ അങ്ങോട്ടേക്ക് പോയിട്ട്, ഇത് സോളാർ ലൈറ്റാണെന്ന് തോന്നുന്നു. ലൈറ്റ് അങ്ങോട്ട് പോയിട്ടുണ്ടോ, തെങ്ങ് പോയ പോലെ പോയിട്ടുണ്ട്. ഇവിടുന്ന് ഇളകിയിട്ട് അങ്ങോട്ട് പോയതാ. അപ്പോൾ സംഭവം തന്നെ കാറ്റത്ത് സംഭവിച്ചായിരിക്കും. പോവാ നേരെ പയങ്ങളിലേക്ക് കേട്ടാ. ഇങ്ങനെയുള്ള ആൾക്കാർ ഇരിക്കുന്നുണ്ട് സീറ്റിൽ. അങ്ങനെ പയങ്ങളിലെത്തി. ചേട്ടനോ? ചേട്ടൻ ഷൂട്ടിന് പോയിനി, ഇപ്പം വരും. ബെറ്റ് നമ്മുടെ പഴയങ്ങാടി ബസ് സ്റ്റാൻഡ്. പറശ്ശിനി സ്പീഡ് വേസ് സാധനം കിട്ടി. ഗായ്സ് ഗംഭീര മഴ, ഭയങ്കര മഴ. ഇതൊക്കെ തകൃതിയായിട്ട് പെയ്യാട്ടോ. ഈ സമയത്ത് ഇത്രയൊരു നല്ല കാലാവസ്ഥയാണ്. രാവിലെ നല്ല കാലാവസ്ഥയാണ്, മഴ ഉണ്ടായിട്ടേ ഇല്ല. ഇപ്പുണ്ട് മഴ. രാവിലെ നല്ല കാലാവസ്ഥയായിരുന്നു, നല്ല സീനുണ്ടായില്ല. ഇപ്പം നല്ല മഴക്കാറുണ്ട് കേട്ടോ, കിട്ടണ പോലത്തെ മഴക്കാറുണ്ട്. വേണ്ട ഇങ്ങോട്ട് നല്ല ഇരുട്ടടിച്ചിട്ടുണ്ട്. ഈ മഴയൊന്നും നിന്നിട്ട് പോയതായാലും. മഴക്കോട്ട് വണ്ടിയിലുണ്ട്. മഴക്കോട്ടിട്ടിട്ട് പോണാ വേണ്ട, മഴ തരം കുറച്ച് കുറഞ്ഞിട്ട് പോകാല്ലേ. ആണല്ലോ കുറച്ച് കുറയട്ടെ. ഡ്രൈവ് കിട്ടി.
എടുത്തിട്ട് വീട്ടിലേക്ക് വിടാം. ഗൈസ് ബിസ്ക്കറ്റ് വേണം, ബിസ്ക്കറ്റ് വാങ്ങാൻ വന്നേട്ടാ. ബിസ്ക്കറ്റ് നോക്കട്ടെ തഫിക്ക്. ഇതെത്രയാ? അത് 20. ഇത് 10. ഞാൻ വേണ്ടി ഒറിയോ ഉണ്ട്, ഒറിയോൻ്റെ 2 ഇതാ, ചോക്ലേറ്റ് ഇങ്ങനെ 2-3 ടൈപ്പ് ഉണ്ട്, കുറേ ബിസ്ക്കറ്റ് ഉണ്ട്. ഇതാ ഹൈഡ് ആൻഡ് സീക്ക്. ബോൺസിൻ്റെ ഇത് 10 20 ഉണ്ടോ? കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. 164 കേട്ടോ. പറ്റാ ഓക്കെ എന്നാൽ ശരി. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് വണ്ടീൻ്റെ സീറ്റിൽ വെക്കാം, സീറ്റിനടിയിൽ അടുക്കട്ടെ. വാ ഒരു 1-2 സാധനം കൂടെ നോക്കാൻ വേണ്ടി പഴങ്ങടിയിൽ നിന്ന്. ഓക്കെ யாரடா இண்டிகேட்டர் இட்டு வச்சதா? ഒരു 1-2 സാധനം കൂടെ നോക്കിയിട്ടേ പഴങ്ങടിയിൽ നിന്ന് നേരെ വീട്ടിലേക്ക്. ഓക്കെ നല്ല മഴ പെയ്ത് തോർന്നിട്ടേ ഉള്ളേ. ഇപ്പം മഴ കഴിഞ്ഞതേ ഉള്ളൂ. ഏതാ മഴ? 1-2 സാധനം കൂടെ നോക്കട്ടെ. 1-2 സാധനങ്ങൾ 2-3 സാധനം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇറങ്ങിയേട്ടാ പോവാ. അയ്യാ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം. പോവാ ഗോയ്സ്, ഇവിടുന്ന് വിടാം. എന്നേരം വീട്ടിലേക്ക് കേട്ടോ. ഓക്കെ വീട്ടിലെത്തിരിക്കണം. നീല നിനവേ നിലവിനഴകേ താരമരികെ വിരിയും ചിരിയെ പാറിയുയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ. ഗായ്സ് അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയേട്ടാ. ഞാൻ ബെഡ്റൂമിലുള്ള മേജ ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറ. ഹായ് ഹായ്. ഇത് നമ്മളെ പെങ്ങളെ കുട്ടിയാണ്. അപ്പോൾ ഇനി കുറച്ച് വർക്കുണ്ട്, 2-3 വർക്കുണ്ട്. അപ്പോൾ ആ 2-3 വർക്കൊന്ന് തീർക്കണം. ഇട്ടപ്പെട്ട അപ്പോൾ ഡിസൈൻ വർക്കാട്ടോ. പിന്നെ വേറെ എന്താണ്? അതിപ്പോൾ സമയം എന്ന് അറിയാം. സമയം 9:30 മണിയായിട്ടാ. രാത്രി 9:30 മണിയായി. അപ്പോൾ ഡ്രസ്സെല്ലാം മാറ്റണം, കുളിക്കണം ആദ്യം. പോയിട്ട് കുളിച്ചിട്ട് ഡ്രസ്സ് മാറ്റണം, ഫുഡ് കഴിക്കണം, കുറച്ച് വർക്ക് ചെയ്യണം, എന്നിട്ട് കിടന്നുറങ്ങണം. ഓക്കെ ഓക്കെ നമുക്ക് നാളെ കാണാം. പിന്നെ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളെ രാഹുൽ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ വിളിക്കുമെന്ന് പറഞ്ഞാണ് ജിമ്മിന്. പക്ഷേ അവന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാത്രിയാണ് പോകുന്നു വരും. അപ്പം എന്നോട് പറഞ്ഞ്, ഞാൻ പറഞ്ഞ എന്തായാലും വിളിക്കാം. പറഞ്ഞ് ഞാൻ പിന്നെ രാത്രി പോകുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ ഏതെങ്കിലും രാത്രി തന്നെ ഇന്നും പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ആയിക്കോട്ടെ. അപ്പോൾ എന്നോട് വെച്ച് നാളെ രാവിലെ വരാമെന്ന് വെച്ചു. ഇന്ന് രാത്രി പോകാൻ പറഞ്ഞാണോ? ഞാൻ പറഞ്ഞു ഇന്ന് രാത്രി ഞാൻ വരുന്നില്ല, എനിക്ക് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ രാത്രി ഇപ്പോൾ കിടക്കുമ്പം ലേറ്റ് ആവും. രാവിലെ എണീച്ച് പോകാൻ കഴിയുമോന്നൊന്നും അറിയില്ല. നോക്കട്ടെ. വേറെ എന്തൊക്കെയാണ്? ജിമ്മ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം ഇൻഷാ അള്ളാ. ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് സെറ്റാണ്. പൊളിക്കാൻ നമ്മ. അവനാ വീഡിയോ ഇഷ്ടം എനിക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാൻ മറക്കാതെ ഇപ്പം തന്നെ ചേട്ടാ. പൊളിക്കുന്നമ്മ അവൻ രക്ഷ വെക്കണം. അപ്പോൾ അതുവരെ ബൈ ബൈ.